ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ഹാബിൽ. അപ്പോൾ എപ്പിസോഡ് 5 ഫസ്റ്റ് വീഡിയോ നോക്കാം. തച്ചി എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താണ്. ഒരു കുട്ടിയുടെ വീഡിയോയിൽ എന്തോ റൈറ്റിംഗ് ഉണ്ട്. റൈറ്റിംഗ് ക്ലിയർ അല്ല. ബട്ട് Allah says, wait a little longer. The story is not over. I am still writing your miracle. Inshallah. എൻ്റെ മോനെ, അത് കൊണ്ടുപോയിട്ടോ. കറക്റ്റാണ്. അതായത് നമ്മളെ കഥ അവസാനിച്ചിട്ടില്ലല്ലോ, കുറച്ചുകൂടെ ക്ഷമിച്ച് നിൽക്ക്, നമുക്ക് വേണ്ടി ഒരു അത്ഭുതം ഇവിടെ. യെസ്, അത് കൊണ്ടുപോയി. റൈറ്റിംഗ് എന്ത് ബ്യൂട്ടിഫുൾ. ബട്ട് Allah says, wait a little longer. The story is not over. I'm still writing your miracle. Inshallah. എൻ്റെ മോനെ, അത് തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. നമ്മളിപ്പോൾ പതറി നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും ഇപ്പം ലൈക്ക് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ റൈറ്റിംഗ് ഇങ്ങനെ കാണാണ്, കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കുക. അതായത് എന്താ പറയാ, റബ്ബിന്റെ ഭാഗത്ത് നിന്ന് നമ്മളിങ്ങനെ ആലോചിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് നമ്മളോട് തന്നെ പറയാണ്, അല്പം കൂടെ കാത്തിരിക്കുക, നിന്റെ കഥ അവസാനിച്ചിട്ടില്ല, നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ഞാൻ എഴുതുന്നുണ്ട്. ഇൻഷാല്ലാഹ്. മാൻ, അത് കൊണ്ടുപോയിട്ടോ. അടുത്തത്, ഇനി നിന്നിലേക്ക് ഒരു മിനിറ്റ്, നിഹാരി എന്ന് പറയുന്ന ഒരു പേജാട്ടോ പോസ്റ്റ് ചെയ്തേ. ഇനി നിന്നിലേക്ക് ഒരു തിരിച്ചുവരവില്ല, കാരണം അത്രമേൽ വേദനിച്ചാണ് ഞാൻ നിന്നിൽ നിന്നും പടിയിറങ്ങിപ്പോയത്. നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ട ഒരാളുടെ ലൈഫിൽ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു പെയിൻഫുൾ മൊമെന്റ് തന്നെയാണ്. പ്രത്യേകിച്ച് ആ ഒരു ടൈം, ഇറങ്ങി പോകുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മളെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ അത്രയും വാല്യൂ ചെയ്ത് നമ്മൾ അത്രയും സ്നേഹിച്ച ഒരാളുടെ ലൈഫിൽ നിന്നാണ് നമ്മൾ പടിയിറങ്ങി പോകുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന വേദന ഊഹിക്കാൻ പറ്റുമോ? അത് അനുഭവിച്ച എത്ര ആളുകളുണ്ട്? ആ ആളോട് പറയുന്ന രൂപത്തിലെ ഈ ഒരു എഴുത്ത്, ഇനി നിന്നിലേക്ക് ഒരു തിരിച്ചുവരവില്ല, കാരണം അത്രമേൽ വേദനിച്ചാണ് നിന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പടിയിറങ്ങിയത്. അത്രക്ക് കൊണ്ടിട്ടുണ്ടാവില്ല ആ ഉള്ളിൽ. കണക്ട് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ആളുകൾക്ക് പെട്ടെന്ന്. അടുത്തത്, അതുൽ ആനന്ദ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താണ്. ഒറ്റക്കായി പോയാലും ആർക്കും ഒരു ഭാരമാവരുത്. സത്യം, നമ്മളെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങളിൽ നമ്മൾ ഒറ്റക്കായി പോയാലും നമ്മൾ കാരണം വേറൊരാളുടെ ലൈഫിൽ ഒരു ബുദ്ധിമുട്ടോ ഒരു ഇടങ്ങേറോ ഉണ്ടാക്കരുത്. നമ്മൾ ഒരാൾക്കൊരു ബുദ്ധിമുട്ടായി മാറരുത്. ചിലപ്പോൾ പല സമയത്തും പല സാഹചര്യങ്ങളിലും നമുക്ക് പല പ്രശ്നങ്ങൾ വരും, ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞാലും നമ്മൾ കാരണം ഒരാൾ പ്രയാസപ്പെടരുത്. ഒരാളുടെ ലൈഫിൽ നമ്മളൊരു ഭാരമായി മാറുകയും ചെയ്യരുത്. പരമാവധി നമ്മളായിട്ട് തന്നെ ഒറ്റക്ക് നമ്മളെ ലൈഫായിട്ട് മാക്സിമം ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക. എല്ലാ കാലത്തും എല്ലാവരും ഉണ്ടാവില്ലല്ലോ. അടുത്തത്, അഹമ്മദ് ആരിഫ് ഒഫീഷ്യൽ എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ. സംസാരിക്കണം എന്നുണ്ട്, പക്ഷെ ഞാൻ മിണ്ടിയാലും ഇല്ലെങ്കിലും അവർ ഹാപ്പിയാണ്. അപ്പൊ പിന്നെ ശല്യം ചെയ്യേണ്ടെന്ന് തോന്നും. ലൈഫിൽ നിന്ന് മിസ്സായി പോയി അല്ലെങ്കിൽ ഡിസ്കണക്ട് ആയി പോയ ചില ആളുകളൊക്കെ ഉണ്ടാവും, സംസാരിക്കണം എന്നൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ കാണുന്നത് അവരുടെ ഹാപ്പി ലൈഫാവും. അപ്പൊ നമ്മൾ ആലോചിക്കും, എന്തിനാ വെറുതെ ശല്യം ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഇതിന് ആക്ച്വലി 2 വേർഷൻ ഉണ്ട്. അതായത് ഇത് ഇപ്പുറത്ത് നിൽക്കുന്ന ആളുടെ പോയിന്റ് ഓഫ് വ്യൂ ഉള്ള റൈറ്റിംഗ് ആണ്. അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ പോയിന്റ് ഓഫ് വ്യൂ സത്യം പറഞ്ഞാല് അയാളുടെ ഹാപ്പി ലൈഫ് അയാൾ ഡിസേർവിങ് ആണ്. കാരണം നമ്മുടെ ലൈഫിൽ പാസ്റ്റിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായി, ഒരു പ്രയാസം അല്ലെങ്കിൽ ഒരു സങ്കടം, വേദന ഉണ്ടായി കഴിഞ്ഞാൽ ലൈഫ് ലോങ് നമ്മൾ അത് വെച്ച് ഒരിക്കലും നിൽക്കരുത്. നമ്മൾ മൂവ് ഓൺ ആകണം. അത് എത്ര വലിയ പ്രയാസങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോയാൽ പറ്റും. ലൈഫ് എവിടെയും സ്റ്റക്ക് ആവുന്നില്ലല്ലോ, സ്റ്റക്കായി പോകുന്ന നമ്മൾ മൈൻഡ് അല്ലേ. സോ ആ ഒരാളുടെ പോയിന്റ് ഓഫ് വ്യൂ സത്യം പറഞ്ഞാൽ അയാൾക്ക് ഇപ്പോൾ ഒരു ഹാപ്പി ലൈഫ് ആണെങ്കിൽ അയാൾ അതിനത്രയും പരിശ്രമിച്ചിട്ടുണ്ടാകണം. സോ ഇപ്പുറത്ത് നിൽക്കുന്ന ആളുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഇത് കറക്റ്റാണ്. സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ ശല്യമായി തോന്നിയാൽ അവർക്ക് അതുകൊണ്ട് മാറി നിൽക്കുന്നു. ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ട് കേട്ടോ. അതായത് പഴയ ആളുകളോടൊക്കെ ഒന്നും മിണ്ടണം എന്നുണ്ടാകും, പക്ഷെ മനസ്സിലിങ്ങനെ വരും, വേണ്ട ബുദ്ധിമുട്ടായി പോയാലോ. അടുത്ത്, വായനക്കാരൻ ആൻഡ് അഹമ്മദ് ആരിഫ് ഒഫീഷ്യൽ 2 പേജ് കൂടെ കൊളാബ് ചെയ്തിട്ടാണ്. പ്രിയപ്പെട്ടവർ പോലും മനസ്സിലാക്കാത്ത ഒരു അവസ്ഥയുണ്ടല്ലോ, അതൊരു വല്ലാത്ത അവസ്ഥയാണ്. സത്യം, അതൊരു
നമ്മള് ലൈഫിൽ ചിലപ്പോൾ നമ്മൾ അത്രയും മനസ്സിലാക്കിയെന്ന് നമ്മൾ വിശ്വസിച്ച കുറച്ച് ആൾക്കാരുണ്ടാവും. അവർക്ക് പോലും ചില സാഹചര്യങ്ങളിൽ നമ്മളെ മനസ്സിലാകാതായി പോകുന്ന സമയം, നമ്മൾ അനുഭവിക്കുന്ന ഒരു പെയിൻ ചിലപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് പറ്റൂല. കാരണം നമ്മൾ വിചാരിക്കും നമ്മൾ ഏറ്റവും നന്നായി മനസ്സിലാക്കിയ ആളുകളാണ് വരുന്നത്. ആ ആളുകൾക്ക് പോലും ചില സമയങ്ങളിൽ നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. എന്താ പറ്റുന്നത്, എന്താ സംഭവിക്കുന്നത്, എന്നെ ആർക്കും മനസ്സിലാകുന്നില്ലല്ലോ, ഞാൻ പറയുന്നത് ആർക്കും വ്യക്തമാകുന്നില്ലല്ലോ എന്ന് തിരിച്ചറിയുന്ന ഒരു പോയിന്റ് നമ്മുടെ ലൈഫിൽ വരുമ്പോൾ പെടഞ്ഞു പോകുള്ളു, തകർന്നു പോകും നെഞ്ച്. അടുത്തത് ഡിസ്കവർ പീസ് എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താട്ടോ. ഒരു ക്ഷമാപണം കൊണ്ട് എല്ലാം പൊറുക്കാൻ പറ്റുമെങ്കിൽ, ഒരു ചിരിയിൽ കഴിഞ്ഞതെല്ലാം മറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല സ്നേഹബന്ധം. ഇതിന് സത്യം പറഞ്ഞാൽ ഇതിന് ഡീപ്പ് മീനിങ് ഉണ്ട്. നമ്മൾ ഒറ്റയടിക്ക് വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് കാണാതെ പോകും. ഇതിനൊരു ഡീപ്പ് മീനിങ് ഉണ്ട്. അതായത് ഒരു ക്ഷമാപണം കൊണ്ട് എല്ലാം പൊറുക്കാൻ പറ്റുമെങ്കിൽ, അതായത് ഒരു ക്ഷമ കൊണ്ട് എല്ലാം പൊറുക്കാൻ പറ്റണം, പക്ഷെ ആദ്യം ക്ഷമ ചോദിക്കണം. നമ്മൾ ഒരാളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ആ തെറ്റ് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ അയാളോട് ചെന്ന് ക്ഷമ ചോദിക്കണം. എൻ്റെ ഭാഗത്ത് നിന്ന് വന്നൊരു തെറ്റാണ്, ഇത് ക്ഷമിച്ചു തരണം എന്നുള്ള ക്ഷമ ചോദിക്കണം. പിന്നെ തിരുത്താൻ പറ്റുന്ന തെറ്റുകളാണെങ്കിൽ അത് നമ്മൾ തിരുത്തി കൊടുക്കണം. ചിലപ്പോൾ എല്ലാ തെറ്റുകളും തിരുത്താൻ പറ്റണമെന്നില്ല, പക്ഷെ തിരുത്താൻ പറ്റുന്നത് തിരുത്തണം, എന്നിട്ട് ക്ഷമ ചോദിക്കണം. തിരുത്താൻ പറ്റാത്തത് ഏറ്റുപറഞ്ഞുകൊണ്ട് ക്ഷമ ചോദിക്കണം. എൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് പറ്റിപ്പോയത് എനിക്കിനി തിരുത്താൻ കഴിയില്ല അങ്ങനത്തെ ഒരുപാട് തെറ്റുകളുണ്ട്, തിരുത്താൻ കഴിയാത്ത ഒരുപാട് തെറ്റുകളുണ്ട്. പക്ഷെ അതെല്ലാം ഏറ്റു പറയണം. ഭാഗത്ത് നിന്ന് വന്ന തെറ്റാണെന്ന് സ്വയം ഏറ്റു പറഞ്ഞിട്ട് വേണം ക്ഷമാപണം നടത്താൻ. അടുത്തത്, ഒരു ചിരിയിൽ കഴിഞ്ഞതെല്ലാം മറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല സ്നേഹബന്ധം. പക്ഷെ ചിലപ്പം എല്ലാ കാര്യങ്ങളും ഒരൊറ്റ ചിരിയിൽ ചിലപ്പം മറക്കാൻ കഴിയാമെന്നില്ല. അത്രമേൽ തകർന്നു പോയ ഹൃദയമാണെന്നുണ്ടെങ്കിൽ 1000 ചിരികളെങ്കിലും വേണ്ടി വരും. അടുത്തത് യഹിയ റൈറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താണ്. ചിരിക്കുന്ന മുഖത്തിന് പിന്നിൽ ചില്ലുപോലെ ഉടഞ്ഞ ഒരു ഹൃദയമുണ്ടെന്ന് മറ്റാരും അറിയാറില്ല. എന്റെ മോനെ, അത് കൊണ്ടുപോയി. ഇത് ഭയങ്കര കണക്റ്റിങ് ആട്ടോ. എല്ലാവരും ചിരിച്ചൊക്കെ നടക്കും, പക്ഷെ അവരുടെ ഉള്ളിൽ ചിലപ്പോ തകർന്ന് നിൽക്കാവും. ചിലപ്പോ ഒരാളോട് പോലും അവരത് പറയില്ല. പുറത്ത് കാണുന്നത് തകർന്നു പോയ ഹൃദയം മറയ്ക്കാനുള്ള ഒരു ചിരിയാണെങ്കിലോ ചിലപ്പോൾ ആ ചിരിക്ക് ഭംഗി കൂടും. അത്രയും സങ്കടം ഉള്ളിലുണ്ടെങ്കിൽ ആ സങ്കടം മറയ്ക്കുന്ന ചിരിക്ക് അഴക് വല്ലാണ്ട് കൂടും. അത്രമേൽ ചിരിക്കുന്ന മുഖത്തിന് പിന്നിലെല്ലാം ചിലപ്പോൾ അത്രയും തകർന്നു പോയ ഒരു മനസ്സുണ്ടാവും. അത് കൊണ്ട് എനിക്ക് ഉള്ളിൽ, കാരണം അത് കൊണ്ടെന്ന് പറയാനുള്ള കാരണം നമ്മളൊക്കെ പെട്ടെന്ന് ജഡ്ജ് ചെയ്യും. ഒരാൾ ചിരിക്കുന്ന കാണുമ്പോഴത്തേനും ഭയങ്കര ഹാപ്പി ലൈഫാണ്, എന്താ പ്രശ്നം, ഫുൾ ടൈം ചിരി കളി ജോളിയാണ്. ഇങ്ങനെ ജഡ്ജ് ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട്. ആ ആളുകൾക്ക് ഇത് കാണുമ്പോൾ ചെറുതായിട്ടെങ്കിലും മനസ്സിലാക്കണം, നമ്മൾ ജഡ്ജ് ചെയ്യുന്ന ആളുകളുടെ മുഖമാണ് ചിരിച്ചത്, മനസ്സാകണമെന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതെനിക്ക് വല്ലാണ്ട് കൊണ്ട്. യഹിയ റൈറ്റിംഗ്സ് നല്ലൊരു റൈറ്റിംഗ് ആണത്. അടുത്തത് ഇസ്ലാമിക് സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താട്ടോ. ജീവിതത്തിൽ സമാധാനം വേണമെങ്കിൽ എല്ലാ പ്രതീക്ഷകളും റബ്ബിൽ അർപ്പിക്കുക, മറ്റാരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. നമ്മളെ വിശ്വാസങ്ങളും പ്രതീക്ഷകളൊക്കെ നമ്മളെ റബ്ബിൽ അർപ്പിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനമുണ്ട്, ഭയങ്കര സമാധാനം. കാരണം നമ്മൾ ഒരാളെടുത്ത് നമ്മൾ ഡിപ്പെൻഡഡ് ആയി കഴിഞ്ഞാൽ എല്ലാ സമയത്തും അയാൾ അവൈലബിൾ ആവണമെന്നില്ല. നമ്മളെല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് നമുക്ക് സൊല്യൂഷൻ തരുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾ എത്ര കാലം നമ്മളെ കൂടെ ഉണ്ടാവും. ഉള്ള സമയം ഓക്കെ, പക്ഷെ എല്ലാ സമയത്തും ഉണ്ടാകും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മളെ പ്രതീക്ഷ, നമ്മളെ വിശ്വാസം അത് നമ്മൾ റബ്ബിലാണ് അർപ്പിച്ചതെങ്കിൽ നമുക്കൊരു കാര്യം ഉറപ്പാ, റബ്ബ് എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും. ആ സമയത്ത് കിട്ടുന്നൊരു സമാധാനമുണ്ട്. ആ ഒരു പ്രതീക്ഷയാണെന്നുണ്ടെങ്കിലും വിശ്വാസമാണെന്നുണ്ടെങ്കിലും മുന്നോട്ട് പോകാൻ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നൊരു ധൈര്യമുണ്ട്. പടച്ചോ തരുന്നൊരു ധൈര്യം, അത് വല്ലാത്തൊരു ധൈര്യ. അടുത്തത് ജിന്നിന്റെ റൂഹ് എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ. അയാൾക്ക് ഇത്രയും നിസ്സാരമായി ഒഴിവാക്കാൻ കഴിയുന്ന ഒരാൾ മാത്രമായിരുന്നു ഞാൻ എന്ന് തിരിച്ചറിഞ്ഞ നിമിഷത്തിലാണ് സത്യത്തിൽ ഞാൻ ജീവനോടെ മരിച്ചത്. ഓ മാൻ, എത്ര പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റുന്ന ഒരാളാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്ന ആളുടെ ലൈഫിൽ എടുത്തു മാറ്റാൻ പറ്റുന്ന ഒരു സ്ഥാനം മാത്രമേ നമുക്കുള്ളൂ എന്ന് തിരിച്ചറിയുന്ന നിമിഷത്തിലാണ് സത്യത്തിൽ ഞാൻ ജീവനോടെ മരിച്ചതെന്ന്.
ഇത് ഞാൻ പ്രത്യേകിച്ച് ഇനി ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളെ പ്രയോറിറ്റി ആയ ആളുകളുടെ ലൈഫിൽ നമ്മൾ വെറും ഓപ്ഷനാണ്, മാറ്റി നിർത്താൻ പറ്റുന്ന, തിരഞ്ഞെടുക്കാൻ ഒരുപാട് ആളുകളുടെ ഇടയിൽ ഇനിയും മറ്റു പലരും ഉണ്ടെന്ന് അറിയുന്ന നിമിഷത്ത് നമ്മളെ ചങ്ക് തകരും. ആ സമയത്ത് സത്യത്തിൽ ജീവനോടെ മരിച്ചു പോയൊരു ഫീൽ തന്നെ അനുഭവിച്ചവർക്കറിയാം അതിൻ്റെ ഡെപ്ത് എത്ര മാത്രം വലുതാണെന്ന്. അടുത്തത് അഭിഷേക് എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താട്ടോ. ഹാവ് യു തോട്ട് അബൌട്ട് ഒരിക്കൽ കൂടെ എല്ലാം പഴയതുപോലെ ആയിരുന്നെങ്കിൽ? എത്ര പ്രാവശ്യം നമ്മൾ ചിന്തിക്കും ആ സമയം ഒരിക്കലെങ്കിലും തിരിച്ചു കിട്ടുന്നെങ്കിലേ. ചിന്തിക്കാത്ത മനുഷ്യരുണ്ടോ? അത്രമേൽ ഇഷ്ടപ്പെട്ടൊരു സമയം നഷ്ടപ്പെട്ടു പോയ ആളുകൾ എന്തായാലും ശരിയല്ലേ? അത്രമേൽ ഇഷ്ടപ്പെട്ട സമയം നഷ്ടപ്പെട്ടു പോയ ആളുകൾ തീർച്ചയായും ഒരിക്കലെങ്കിലും ചിന്തിക്കും, ഒരിക്കൽ കൂടെ എല്ലാം പഴയതുപോലെ ആയിരുന്നെങ്കിൽ. പക്ഷെ അതിനുള്ള ചാൻസ് വളരെ കുറവാണ് എല്ലാം. അടുത്തത് ലൈഫ് ഹിസ്റ്ററി എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താട്ടോ. ഒറ്റക്കാവുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം എന്താ അറിയോ? ആ സമയത്താണ് നമ്മുടെ റബ്ബല്ലാതെ വേറെ ആരും കൂടെ ഉണ്ടാവില്ല എന്ന സത്യം നാം തിരിച്ചറിയുന്നത്. സത്യം ലൈഫിൽ ഒരുപാട് ആളുകൾ ഉണ്ടായ ഒരു സമയത്ത് നിന്ന് നമ്മൾ പെട്ടെന്ന് ഒറ്റക്കായി പോകുന്ന സമയം വരും. ആ ഒരു സമയത്ത് നമ്മൾ തിരിച്ചറിയും നമ്മളെ കൂടെ പടച്ചോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ പടച്ചോ മാത്രമേ ഉള്ളൂ. അന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇനി ലൈഫിലേക്ക് ആരൊക്കെ വന്നാലും, എത്രയൊക്കെ കണക്ഷനിൽ ആരൊക്കെ കടന്നു വന്നു കഴിഞ്ഞാലും ഇവരൊന്നും എല്ലാ കാലത്തും ഉണ്ടാവില്ല. നമ്മുടെ റബ്ബ് മാത്രമേ നമ്മുടെ കൂടെ കാലകാലത്തും ഉണ്ടാവുള്ളൂ. നമ്മൾ മുന്നേ ഒരു കോട്ട് വായിച്ച ആക്ച്വലി, പക്ഷെ അടിപൊളി റൈറ്റിംഗ് ആണ്, ഒരുപാട് ഡെപ്ത് ഉള്ള മീനിങ് ഉള്ള റൈറ്റിംഗ് ആണ്. അടുത്തത് വായനക്കാരൻ. ആക്ച്വലി വായനക്കാരൻ്റെ റൈറ്റിങ്സ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലേ, പക്ഷെ നല്ല നല്ല റൈറ്റിങ്സാണ് വരുന്നത് കേട്ടോ. അടുത്തത് ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങളും വിഷമങ്ങളും വന്ന് സമാധാനം പോകുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെയെന്ന്. സത്യമല്ലേ? തുടർച്ചയായി പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാത്രം വരുമ്പോൾ നമ്മൾ ദേഷ്യത്തോടെയും സങ്കടത്തോടെയൊക്കെ ചോദിക്കും, ഇതെന്താ എനിക്ക് മാത്രം ഇങ്ങനെ. അല്ലെങ്കിൽ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചോദിക്കും, പഠിച്ചോനെ എന്താ എനിക്ക് മാത്രം ഇങ്ങനെ തരുന്നേന്ന് ചോദിച്ചു പോകും. ലൈഫിൽ വരുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്ന് തീരുന്നതിന് മുൻപ് അടുത്തത് ഇങ്ങനെ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ മനസ്സ് എത്രയൊക്കെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും അറിയാതെങ്കിലും ചോദിച്ചു പോകും. പക്ഷേ തിരിച്ചറിയണം, പ്രയാസങ്ങളും വേദനകളും കൊണ്ട് നമ്മുടെ ജീവിതം കടന്നു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ഒരു നല്ല വെളിച്ചം അത് എവിടെയോ കാത്തിരിക്കുന്നുണ്ട്. ആ ഒരു വെളിച്ചം തെളിയിക്കാനുള്ള ആ ഒരു തിരി വൈകാതെ തെളിയും, അത് കത്തും. പ്രയാസങ്ങൾ കൊണ്ട് ഇരുട്ട് മൂടിയ ജീവിതമാണെന്നുണ്ടെങ്കിലും കാത്തിരിക്കുന്ന വെളിച്ചം പകരാനുള്ള ആ ഒരു തിരി കത്തുന്ന നിമിഷം നമ്മളെ ലൈഫേ ചിലപ്പോൾ മാറും. അന്ന് നമ്മൾ പറയും, ആ ഒരു മൊമെന്റിൽ ആ തിരി തെളിയുന്ന സമയത്ത് നമ്മൾ പറയും അൽഹംദുലില്ലാ. ശരിയല്ലേ? നല്ല നല്ല റൈറ്റിങ്സ് ആയിട്ട് ആക്ച്വലി ഇന്ന് നമ്മൾ വായിക്കുന്നത്. അതായത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അതുപോലത്തെ നല്ല നല്ല മീനിങ് തരുന്ന റൈറ്റിങ്സ് ഒക്കെയാണ്. അടുത്തത് ദ കളർ 26 എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ. ഏതൊരു ബന്ധത്തിന്റെയും ആഴം കൂട്ടുന്നത് സംസാരത്തിലൂടെയാണ്. സംസാരം കുറയുമ്പോൾ ബന്ധങ്ങളും അകന്നു. ആരോ എന്താ പറയാ അത്രയും ടച്ച് ചെയ്ത് എഴുതിയ പോലല്ല. കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം രണ്ടു പേർക്ക് ഇടയിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ ഇടയിലാണെങ്കിൽ പോലും ഡിസ്കണക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നതിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ് കമ്മ്യൂണിക്കേഷൻ കുറയാന്ന് പറയുന്നത്. പരസ്പരമുള്ള സംസാരങ്ങൾ എവിടെ കുറഞ്ഞു തുടങ്ങുന്നു ആ ഒരു സമയം മുതൽ ആ ഒരു ബന്ധം പതുക്കെ അകലാൻ തുടങ്ങും. സംസാരിച്ചാൽ തീരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്.
ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് പറഞ്ഞ് മനസ്സിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ വെട്ടി തുറന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് വളരെ അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്തിട്ട് എത്രയോ പ്രശ്നങ്ങൾ തീർന്നിട്ടുണ്ട്. നമ്മളെപ്പം സംസാരം കുറയ്ക്കുന്നോ ആ ഒരു സമയം മുതൽ ബന്ധങ്ങൾ അകന്നു തുടങ്ങും. അതിനൊക്കെ വേറെ ഒരുപാട് മീനിങ്സ് ഉണ്ട്. അതായത് ചിലപ്പോൾ ഒരാളോട് തെറ്റ് ചെയ്ത് സ്വാഭാവികമായിട്ടും ഈ തെറ്റ് ചെയ്ത ആള് സംസാരം കുറയും. തെറ്റ് ഏറ്റു പറഞ്ഞ് ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ തെറ്റ് തിരുത്തി കഴിഞ്ഞാൽ മേ ബി ആ ഒരു സംസാരം അവിടെ വീണ്ടും വരും. തെറ്റ് ഏറ്റു പറയുക എന്ന് പറയുന്നത് തന്നെ കമ്മ്യൂണിക്കേഷൻ ആണ്. എൻ്റെ ഭാഗത്ത് ഒരു തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്കണം, ഞാൻ തിരുത്താൻ തയ്യാറാണ്, ഞാൻ തിരുത്താം അല്ലെങ്കിൽ തിരുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അത് വീണ്ടും അങ്ങനത്തെ കാര്യങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരുമ്പോൾ ബന്ധം വീണ്ടും തുടരും. അത് ഒരുപാട് ഈ ഒരു ഇതുണ്ടല്ലോ, ഈ ഒരു 2-3 ലൈൻസ്, ഈ ഒരു ലൈൻസ് വെച്ചിട്ട് ഒരു ലൈഫിലെ പല മീനിങ്സും കണക്ട് ചെയ്യാൻ പറ്റും, റിലേറ്റ് ചെയ്യാൻ പറ്റും. സത്യമാണ്. അടുത്തത് ഡിസ്കവർ പീസ് എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ഒരു പേജ് നമ്മൾ മുന്നേ വായിച്ചു തോന്നുന്നല്ലേ, ആ ഒരു പേജിൽ നിന്നാണ് അടുത്തതും. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ അവർക്ക് നല്ലവരായിരിക്കും. എന്നാൽ 100 വട്ടം കൂടെ നിന്നിട്ടും ഒരിക്കൽ സ്വന്തം നിലപാട് പറഞ്ഞു തുടങ്ങുമ്പോൾ നീ അവർക്ക് ശത്രുവായി മാറും. 100% ട്രൂത്ത്. നമ്മളെ കൂടെയുള്ള ആളുകൾ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുള്ള ആളുകളുടെ ഇഷ്ടങ്ങൾക്കൊക്കെ ഒത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ വളരെ നല്ല ആളുകളാണ്. നമുക്ക് നല്ല സർട്ടിഫിക്കറ്റ് ഇങ്ങനെ തന്നുകൊണ്ടേ നിൽക്കും. പക്ഷെ 1000 തവണ ആഗ്രഹിച്ച പോലെ നമ്മൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരൊറ്റ പ്രാവശ്യം നമ്മൾ നമ്മുടെ സ്വന്തം നിലപാട് തുറന്ന് പറയുന്ന നിമിഷം മുതൽ നമ്മൾ ഒരു ശത്രുവായി മാറും. 100% ഫാക്റ്റാണത്. ഇത് അനുഭവിച്ച കുറെ ആളുകൾ ഉണ്ടാവും. അതായത് നമ്മൾ കൂടെ ഉള്ള ഇപ്പോൾ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും ഫാമിലീസ് ആണെന്നുണ്ടെങ്കിലും എന്താ പറയാ, നമ്മളെ ചുറ്റുള്ള ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഒരുപാട് കാലം ജീവിച്ചു. പക്ഷെ ഏതൊരു പോയിന്റിൽ നിന്ന് നമുക്ക് വേറൊരു ഒരു നിവർത്തിയില്ല, നമ്മൾ സ്വന്തം പോയിന്റ് പറയാന്നല്ലാണ്ട് ആ ഒരു പോയിന്റ് പറയുന്ന സമയത്ത് ശത്രുവായി മാറിയിട്ടുണ്ടാവും. അനുഭവിച്ച കുറെ ആളുകളുണ്ടാവും. അടുത്തെന്താ, ജന്നത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താ, യാചിക്കും തോറും വിലയില്ലാതാവുന്ന ഒന്നേ ഉള്ളൂ ഈ ലോകത്ത്, അതാണ് സ്നേഹം. നെവർ ബെഗ്. സ്നേഹത്തിന് വേണ്ടി ഒരിക്കലും യാചിക്കരുത്, ഒരാളുടെ മുന്നിൽ യാചിക്കരുത്. കാരണം യാചിച്ചിട്ട് തരുന്നത് ഒരിക്കലും സ്നേഹമല്ല. ചിലർ പറയും യാചിച്ച് തരുന്ന സ്നേഹം വിലയില്ലാത്തതാണെന്ന്. യാചിച്ച് തരുന്നത് ഒരിക്കലും സ്നേഹമല്ല. അതാദ്യം മനസ്സിലാക്കണം. സ്നേഹം എന്നുള്ളത് മനസ്സെന്ന് തോന്നിയിട്ട് നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നതാണ്. അതിനൊരിക്കലും ഒരു യാചനയുടെ ആവശ്യമൊന്നുമില്ല. എന്ന് നമ്മൾ യാചിക്കുന്നോ അന്ന് മനസ്സിലാക്കുക, ആ ഒരു പോയിന്റ് എന്ന് മനസ്സിലാക്കുക, ആ ഒരു സ്നേഹം ഇനി ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല എന്ന്. യാചിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സ്നേഹം കിട്ടില്ല. വല്ലാത്തൊരു വലിയൊരു ഫാക്റ്റാണത്. അടുത്തത് നമ്മളെ ലാസ്റ്റ് കോട്ടാട്ടോ, പാത്തു 1912 എന്ന് പറയുന്ന ഒരു പേജാണ് പോസ്റ്റ് ചെയ്തത്. ജീവന് തുല്യം സ്നേഹിച്ചിട്ടും പരിഗണിച്ചിട്ടും നമ്മളെ ആരുമല്ലാതെ ആക്കുന്ന പെരുമാറ്റമുണ്ട്, അവിടെയാണ് നമ്മൾ തോറ്റുപോകുന്നത്. സത്യം. നമ്മൾ അത്രയും സ്നേഹിച്ചിട്ടും നമ്മൾ അത്രയും വാല്യൂ ചെയ്തിട്ടും കെയർ ചെയ്തിട്ടും ചില സമയത്ത് ആ ആളുകളുടെ ബിഹേവിയർ, നമ്മളോടുള്ള പെരുമാറ്റം, അത് നമ്മളെ മനസ്സെന്ന് പറയും നമ്മൾ അവർക്ക് ആരുമല്ല എന്ന്. ആ ഒരു പെരുമാറ്റം കാണുമ്പോൾ നമ്മുടെ ഉള്ളിങ്ങനെ തകരും. ആ ഒരു പോയിന്റ് നമുക്ക് മനസ്സിലാവും, സത്യത്തിൽ നമ്മൾ തോറ്റുപോയെന്ന്. അത്രയും സ്നേഹിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ അങ്ങനത്തെ ഒരു ബിഹേവിയർ ചേഞ്ച് വരുമ്പോൾ എല്ലാവർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റണമെന്നില്ല. എനിവേ, നമ്മളെ ഇന്നത്തെ റൈറ്റിങ്സും കോട്ട്സും കഴിഞ്ഞു. അപ്പോൾ യെസ്, എപ്പിസോഡ് 5 ആണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല ഒരുപാട് റൈറ്റിങ്സും കോട്ട്സും കിട്ടിയിട്ടുണ്ട്. എന്താ പറയുക, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കോട്ട്സും റൈറ്റിങ്സും ഒക്കെ കിട്ടി. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കോമന്റ് സെക്ഷനിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആ ഒരു റൈറ്റിംഗ് ഏതാ, കോട്ട് ഏതെന്ന് അറിയിക്കാം. ആൻഡ് ബൈ ദ വേ, നിങ്ങൾക്ക് പരിചയമുള്ള പേജുകളെ കാര്യങ്ങൾ കോമന്റ് സെക്ഷനിൽ അറിയിക്കാം. ഓക്കെ, സോ എനിവേ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. പിന്നെന്താ പറയാനുള്ളത്? പിന്നൊന്നും പറയാനില്ല. So thanks for watching. Bye bye.